അഡാപ്റ്റ് സൊസൈറ്റിയിൽ പ്രചോദക പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണം നടന്നു. രക്ഷിതാക്കൾക്കായുള്ള 80ാമത് ബോധവൽക്കരണ പ്രഭാഷണമാണ് നടന്നത്. സുനേത്രി ആയുർവേദാശ്രമത്തിലെ ഓട്ടിസം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വൈദ്യ എം പ്രസാദ് പ്രഭാഷണം നയിച്ചു. അവർക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നത് വരെ ചിലപ്പോൾ മണിക്കൂറുകളാവും, ചിലപ്പോൾ കുറച്ച് തവണയാവും, ചിലപ്പോൾ ചാടിയാവും, ചിലപ്പോൾ ഹാൻഡ് ഫ്ലാപ്പിംഗ് ആവും. എത്ര നേരം ചെയ്യും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് തോന്നുകയാണ് ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശം, മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും. നമ്മൾ അത് നിർത്താൻ നോക്കുക. ഇത് ശരിയല്ലല്ലോ എന്നുള്ള നമ്മളുടെ സാമൂഹിക ബോധം, അതിനോട് അയാൾ പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ സമാധാനപരമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അയാൾ ഭയങ്കര വയലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം അയാളെ സംബന്ധിച്ച് അതൊരു സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസം ആയിരുന്നു. അയാൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ അയാൾ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു. അതിനാണ് നമ്മൾ കയറി ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ പലപ്പോഴും വേണ്ടത് വേണ്ട സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നാൽ ഇവര് ഏറെക്കുറെ ഒരുതരം എൻലൈറ്റൻഡ് സോളുകളെ പോലെ ഇങ്ങനെ ഇരുന്നു. ആരോടും അസൂയയില്ല, ആരോടും മത്സരിക്കാൻ പോവില്ല. എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ സ്വഭാവമായിട്ടുള്ള കുശുമ്പോ വൈരാഗ്യോ പകയോ ഇതൊന്നും ഇവർ കാണിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതിൽ ആരാണ് കൂടുതൽ ട്രോമയിൽ എന്നുള്ളതാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് അവര് യഥാർത്ഥത്തിൽ ഒരു ട്രോമയിലും അല്ല എന്ന് തോന്നുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ ട്രോമയിലുള്ളത് നമ്മളാണ്. അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, സ്പെഷ്യൽ അധ്യാപിക ബിന്ദു കിഷോർ എന്നിവർ സംസാരിച്ചു. 100ഓളം രക്ഷിതാക്കൾ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തു.